വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക്. അപ്പം ഇപ്പൊ നമ്മള് എവിടെയാണെന്നറിയോ? നമ്മള് പാരീസിൽ തിരിച്ചു വന്നേക്കുവാണ്. എല്ലാ കൺട്രീസിലെയും കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിയന്നയിൽ നിന്ന് നേരെ പാരീസിലേക്ക് ഇന്നലെ രാത്രി എത്തി. എത്ര കൺട്രി പോയി നമ്മള്? ഇപ്പോൾ ഓൾമോസ്റ്റ് 8 കൺട്രീസിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ നെക്സ്റ്റ് ഡേ തിരിച്ചു പോവും. അപ്പം അതിന് മുമ്പായിട്ടുള്ള കുറച്ച് പാരീസിലെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. പാരീസിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഇറങ്ങിയപ്പോൾ ജസ്റ്റ് മ്യൂസിയത്തിൽ മാത്രമേ പോയുള്ളൂ, മൊണാലിസയുടെ ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ തിരിച്ചു വരുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ഫുൾ ഡേ നമ്മൾ ബാക്കിയുള്ള മാക്സിമം കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പോയി കാണാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങള് ഇവിടെ ഒരു പാരീസിലെത്തി. ട്രെയിൻ എടുത്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു ചർച്ചാണ്. ഇവിടെ ഒരു കത്തിപ്പോയ ചർച്ചാണ്. അത് 1000 നൂറ്റാണ്ടിൽ 1193 സംതിങ്ങിൽ എങ്ങനെ ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. അത് കഴിഞ്ഞ് 2019 ഈ ചർച്ച് തീ പിടിച്ചു. അത് ഭയങ്കര ന്യൂസൊക്കെ ആയിരുന്നു. അത് 15 മണിക്കൂർ സ്ട്രെയിറ്റ് കത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റെനോവേഷൻ നടക്കും. അതുകൊണ്ട് ചർച്ച് ക്ലോസ്ഡാണ്. പക്ഷെ പുറത്ത് നിന്ന് ആ ചർച്ച് എല്ലാം കാണും, കാര്യങ്ങളും എല്ലാം ചെയ്യാം. അത് ഇവിടുത്തെ ഫേമസ് ചർച്ചാണ്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അത് പണി നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പോയി അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം അതിൻ്റെ ആർക്കിടെക്ചർ അത് അടിപൊളിയാ കാണാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോയി കണ്ടു നോക്കട്ടെ. അതെ, കണ്ടു നോക്കിയിട്ട് പിന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. ഐഫിൽ ടവറിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല പാരീസിൽ വന്നിട്ട്. അത് നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് വെച്ചിരിക്കുക. അതെന്ന് വെച്ചാൽ രാവിലത്തെ ഇതും അതുപോലെ രാത്രിയിൽ ഉള്ളത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് ചർച്ച അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചു നമുക്ക് കയറി കാണാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ഉള്ളോട്ട് കയറാനൊന്നും പറ്റില്ല. ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഇഷ്ടംപോലെ പോലീസുകാരും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വന്ന് കാണാൻ. ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് കാണണം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത നമ്മുടെ ചർച്ചിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. നമ്മൾ ഒരു ചർച്ചിലും കൂടി പോവാണ്. ഇവിടെ ഒരു .0 എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം ടെമ്പററി ക്ലോസ് എന്ന് പറഞ്ഞു വെച്ചാൽ. കാരണം ആ ചർച്ചിൻ്റെ ഉള്ളിലാണ് സംഭവം. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ആക്ച്വലി 0 പോയിൻ്റ് എന്നൊരു സ്ഥലമുണ്ട്. അതെന്ന് പറയുന്നത് 0 പോയിൻ്റ് പറയുന്നത് പോലെ തന്നെ 0 പോയിൻ്റ് 0 കിലോമീറ്റർ എന്നാണ് അർത്ഥം. അപ്പം അവിടെ നിന്ന് ഇവർ പാരീസിൽ പണ്ട് സെൻട്രലാണെന്ന് പറയുന്നത്. പാരീസിൻ്റെ അവിടെ നിന്ന് ദൂരം കണക്കാക്കുന്നത് ആ 0 പോയിൻ്റ് കിലോമീറ്റർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പണ്ട് GPS ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നത് സ്ഥലമായിരുന്നു. പക്ഷേ അത് ക്ലോസ്ഡ് ആവുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലും ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല കയറാൻ പറ്റുമെന്ന്. പക്ഷേ ഞങ്ങൾ പുറത്തുകൂടെ പോവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 സ്ഥലം കൂടി ഉണ്ട്. ഏറ്റവും അവസാനം ഐഫിൽ ടവറിലും പോയി രാവും പകലും കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അതാണ് പ്ലാന്. പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കയറാനുള്ളതുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് എനർജിക്ക് വേണ്ടി ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. സോ ഞാനൊരു എനിക്കറിയില്ല, ഇവിടുത്തെ ഒരു ഫ്രൈഡ് എഗ് സംതിങ് ഒരു സാധനമാണ്. പിന്നെ ജില്ലു ഒരു ഓംലേറ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വിയന്നയിൽ പോയപ്പോൾ കഴിച്ച സെയിം സംഭവം അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അത് അവൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ജില്ലൂസിൻ്റെ ഫേവറേറ്റ് ക്യാപ്പിച്ചിനോ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം ജില്ലൂസ് മൊത്തം ക്യാപ്പിച്ചിനോ ഇല്ല അല്ലേടി? അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ വിപുല സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. ജില്ലുവിടെ
പ്രധാന കലാപരമായ ഫോട്ടോ എടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ കയറി വരും. ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇതാ ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങുകയാണ്. പിന്നെയും നടക്കുകയാണ്. ഇന്നത്തെ ഫുൾ ഡേ ഞങ്ങൾ നടപ്പ് തന്നെയാണ്. അപ്പം നമ്മളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. 3 ഡെസ്റ്റിനേഷൻ നമ്മൾ കഴിഞ്ഞു, പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് പറ്റിയില്ല. ഇത് ഒരു ചർച്ച തന്നെയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച സമയത്ത് ഞങ്ങൾ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ പരിചയപ്പെട്ടു. അവർ പാരൻസ് ഒക്കെ ആയിട്ട് വന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ തമിഴ് വൊക്കാബുലറിയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചർച്ചിലേക്ക് പോകാം. ഇതിൻ്റെ പേര് സെൻറ്റ് ചാപ്പൽ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. നമുക്ക് കയറി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കയറുന്നുണ്ടോ? എനിക്കൊന്ന് ഭയങ്കര ലൈനൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. രാവിലെ 9 അതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇതാണ് ചാപ്പല്. അവിടെ ഒടുക്കത്തെ ലൈനാണ്. നമ്മൾ കയറുമെന്ന് തോന്നുന്നില്ല. കുറേ ലൈനിൽ നിന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇത് മൊത്തം അങ്ങോട്ട് കയറാനുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം മൊത്തം പോകും. അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. നമുക്ക് പള്ളിയിൽ കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഫ്രണ്ടിലെ ലൈൻ നമുക്ക് കാണിച്ചല്ലോ, ഭയങ്കര ക്യൂ ആണ്. ഒരു 100-200 പേരെങ്കിലും ആ ലൈനിൽ ഇപ്പം തന്നെ കാണും. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈം ആയി പോകും. അതുകൊണ്ട് നമ്മൾ ചർച്ച് സ്കിപ്പ് ചെയ്യുവാണ്. അതിൻ്റെ അത് കയറണമെങ്കിൽ 12 യൂറോ ആണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ടിക്കറ്റ് എടുത്താലും മേ ബി സ്കിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. ഇല്ല എങ്കിൽ ഇതുപോലെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ എത്ര മണിക്ക് പോകുന്നൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ടിക്കറ്റ്സ് ഒന്നും നേരത്തെ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ചർച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പാരീസിൽ കൂടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗാർഡൻ്റെ സംഭവമുണ്ട്. അവിടോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ആക്ച്വലി കയറാൻ വേണ്ടി ഫ്രീ ആണ്. ലക്സംബർഗ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാർഡനാണ്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാൻതോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോണുമെൻറ്റ് പോലൊരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ അവിടെയും കയറും. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഒരു ടൂർ എടുത്തിട്ട് ഒരു സംഭവം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കും. കാരണം എല്ലാം പറഞ്ഞിട്ട് അവസാനം അവിടെ ചെല്ലുമ്പോൾ വലിയ ക്യൂ ആണ്, ലൈനാണ്. പിന്നെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പണി വാളും. അത് കാരണം നമ്മളിപ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള ഗാർഡൻ്റെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. എന്ന് വെച്ചാൽ മഴയാണേലും വെയിലാണേലും തണുപ്പാണേലും ആൾക്കാർ ഇവിടെ വരുന്നതിന് ഒരു കുറവുമില്ല. ഭയങ്കര തിരക്കാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് മിസ്സാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആൾക്കാർ നടന്നു പൊക്കോണ്ടേയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഞാൻ ബോഡി ഗാർഡായിട്ട് ചില്ലുവിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ നടക്കുക. മാഡം ഇങ്ങോട്ട്. ഓക്കെ. അങ്ങനെ മാഗ്നറ്റ് എല്ലാം വാങ്ങിച്ചു. ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷേ അയാൾ എന്തൊക്കെയൊക്കെ പറഞ്ഞു, എന്തൊക്കെയൊക്കെ അങ്ങി കാണിച്ചു. വർക്കൗട്ടായി, ശരിയായി. അവസാനം മാഗ്നറ്റ് വാങ്ങിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇന്ന് മൊത്തത്തിൽ കൂടെ നടക്കാനാണ് പരിപാടി. എനിക്കൊന്ന് 36 മിനിറ്റ് അങ്ങനെ നടക്കാനുണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്താൻ. പോകുന്ന വഴി കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മോട്ടോർ ബൈക്കിൻ്റെ റാലി പോകുന്നുണ്ട്. കൂടെ പോലീസും ഉണ്ട്. അപ്പോൾ എനിക്കത് ഏതോ ക്ലബ്ബുകാരെങ്ങാണ്ട് പോകുന്നു ഞാൻ തോന്നുന്നു. ഇവിടെ ഒപ്പം തന്നെ 5-6 പോലീസ് വണ്ടികളുണ്ട് കേട്ടോ ഇവരുടെ പുറകെ പോകുന്നത്. 5-6 ഒന്നും അല്ല, 8, 9, 10 വണ്ടികളുണ്ട്. 10 വണ്ടികൾ കൊണ്ടാണ് അവർക്ക് ഇതാക്കി പോകുന്നത്. മോട്ടോർ ബൈക്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. നമ്മളവിടെ ഉണ്ടല്ലോ അങ്ങനെ തന്നെ. നമ്മളവിടെ നമ്മുടെ ഫില്ലിലുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടോ? ഓട്ടോറിക്ഷ പോയി. ഇവിടെ ആർക്കേഞ്ചലായ മൈക്കിളിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, വലിയൊരു സ്റ്റാച്ചു. അതുണ്ട് ഇവിടെ. അത് കാണാൻ നല്ല രസമുണ്ട്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏഞ്ചലിൻ്റെ ഇതും പിന്നെ ബാക്കിയുള്ളവർ നിൽക്കുന്നതും പിന്നെ ഇവിടെ ബൈബിളിൽ പറയുന്ന അനുസരിച്ചുള്ള മറ്റേ സിംഹത്തിൻ്റെ ഇതൊക്കെയുള്ള റെവലേഷനിൽ പറയുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കാണാൻ
രസമുണ്ട്, നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കും, നല്ല ഹൈറ്റ് ഉണ്ട്. അങ്ങനെ സെൻറ്റ് മൈക്കിൾസിൻ്റെ പ്രതിമയും കണ്ട് ഞങ്ങളിതാ ഇറങ്ങി. അവിടെ നിന്നൊരു 2 പിള്ളേരുണ്ടായിരുന്നു, അവർ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നു. അടിപൊളി ഫോട്ടോ. അവന്മാർ കുറേ നേരം അവിടെ ഇവിടെയും കിടന്ന് തിരിച്ചും മറിച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നു. നല്ല ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതെ, നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 11 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. 11 മിനിറ്റ്സേ ഉള്ളൂ. 11 മിനിറ്റ്സേ ഉള്ളൂ. 11 മിനിറ്റ്സ് വാക്ക് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗാർഡനിലേക്ക് ചെല്ലാം. എന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ നടന്നാൽ മതി. അതെ. ഇവിടുത്തെ ചെറിയൊരു വഴിയോരത്തിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. രസമുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു റോഡ്. അതിനകത്ത് ചിലപ്പോൾ കോഫി ഷോപ്പ് കാണും, ചിലപ്പോൾ എന്തെങ്കിലും കടകൾ കാണും. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു ചെറിയ സ്ട്രീറ്റാണ്. എന്ന് വെച്ചാൽ കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാം. പിന്നെ ആക്ച്വലി ചില വണ്ടികൾ കണ്ടില്ലേ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്, പാർക്കിങ് ഇങ്ങോട്ട് കയറ്റി ഇട്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ. ഈ പോകുന്ന വഴി കൂടെ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ സിഗരറ്റിൻ്റെ സ്മെല്ല്. എല്ലാവരും സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നത്, എല്ലാവരും തീവണ്ടികളിലാണ്. എവിടെ പോയാലും ഇപ്പോൾ കഫേലിരുന്നാലും എവിടെ പോയാലും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം ഓടുന്നത് അതെ, സ്റ്റീമിച്ചിട്ടായിരിക്കും. മിക്കവാറും നമ്മളൊരു പാസീവ് സ്മോക്കേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഇത് അടിച്ചടിച്ചടിച്ച്. കാരണം യൂറോപ്പിൽ എവിടെ പോയിട്ട് ഇത് സെയിം സംഭവം തന്നെയായിരുന്നു കാണുന്നത്. ഇതൊരു നല്ല സ്ക്വയർ ആണല്ലോ. അങ്ങനെ നമ്മളിത് ഇവിടുത്തെ പാർക്കിലോട്ട് കയറിയിരിക്കുകയാണ്. ഇത് വലിയൊരു പാർക്കാണ്. ജില്ലു അവിടെ പോയിട്ട് മാപ്പ് നോക്കുന്നുണ്ട്, ഈ പാർക്കിൽ എവിടേക്ക് പോകണമെന്ന്. കഴിഞ്ഞ വർഷം നമ്മളൊരു പാലസിൽ കൊണ്ടുപോയി പാർക്കിൽ കൊണ്ടുപോയതാണ്, ഒരു ഗാർഡനിൽ. ആക്ച്വലി പാർക്കല്ല, ഗാർഡൻ. ഇത് ഇതാണ് ഈ ലക്സംബർഗ് പാർക്ക്. ലക്സംബർഗ് അല്ല, ആണ്. അതുണ്ട്. മറ്റേ കൺട്രി ഇല്ലേ ലക്സംബർഗ് എന്ന് പറയുന്ന കൺട്രി. ലക്സംബർഗ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഫുൾ ഒരു പാർക്ക്. ഇതാണ് അവരുടെ പാർക്ക്. ഇതിൻ്റെ അകത്ത് പല സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാ നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ പറ്റും? ഇല്ല, ഇത് ഇവരുടെ ലാംഗ്വേജ് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ മനസ്സിലായത് പറയാം. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഒരു ഫൗണ്ടൻ ഉണ്ട്, അവിടെ ഇരിക്കാനുള്ള ഒരു പവലിയൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അതറിയത്തില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് അത്രയ്ക്കും വലുതായി. ഏകദേശം ഒരു 15 ഏക്കറിലാണ് ഈ പാർക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ എല്ലാം ഒന്നും കാണാൻ പോകുന്നില്ല. നമുക്ക് നേരെ ആ ഒരു ഫൗണ്ടൻ, നമ്മൾ നടന്നു ചെല്ലുന്ന ഇതിന്റെ മെയിൻ ഫൗണ്ടന്റെ ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ ആ ഫൗണ്ടൻ പോയി നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ സ്റ്റാച്യു ഉണ്ട്. തൊട്ട് പുറകിലായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ വധുവരന്മാർ നിൽപ്പുണ്ട്. അവരിവിടെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുത്തെ സ്റ്റാച്യുവിന് മുമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ 2 ഇന്ത്യൻ പെൺപിള്ളേരുണ്ട്. സെൽഫി സ്റ്റിക്കും വച്ചിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ മാറുന്നില്ല, ആൾക്കാർ മൊത്തം നിൽക്കുക. ഇപ്പം ഞങ്ങളവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റായി. 15 മിനിറ്റ് ആയിട്ട് പോലും ആ പെൺപിള്ളേർ മാറില്ല. ട്രൈപോഡ് വെച്ച് ഫോണും വെച്ചിട്ട് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നത്. കാരണം വേറെ ആർക്കും ഫോട്ടോ എടുക്കാനും സമയം പറ്റുന്നില്ല. പിന്നെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇടിച്ച് കയറുമ്പോൾ അവർ തുറപ്പിച്ച് നോക്കും. ഈ വെറുതെ അല്ല, ഇന്ത്യൻസ് എവിടെ ചെന്നാലും ആ സെയിം സംഭവം തന്നെയാണ് കാണിക്കുന്നത് എപ്പോഴും. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഫൗണ്ടൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ച് വലിയതായിട്ട് എന്തോ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ വലിയൊരു സർക്കിൾ ഇതുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട്. ഞാൻ വെച്ചാൽ വലിയ ഫൗണ്ടനാണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ, മാപ്പിൽ കണ്ടപ്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും ദൂരം നടന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഇതാണ് ലക്സംബർഗ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ലക്സംബർഗ് ഗാർഡൻ. നമുക്ക് വിട്ടാലോ ചിലൂസ്? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? ഫോട്ടോ എടുത്തി ജില്ലൂസിന് ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കാറില്ല, അപ്പം തന്നെ അങ്ങ് പോവും. അങ്ങനെ നമ്മൾ പാന്തിയോൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങ് അറ്റം വരെ കാണി, കുറേ നടക്കാൻ, ഇവിടുന്ന് കുറച്ചുകൂടി നടക്കണമെന്ന് പറഞ്ഞാൽ കാണിച്ചത്. പിന്നെ ഞങ്ങൾക്ക് സംശയം, ബിൽഡിങ് കണ്ടപ്പോൾ എന്താ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ടൂർ ഗൈഡ് ഒരാൾക്കാരെ ടൂർ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് പാന്തിയോൺ, നമ്മുടെ ഗ്രീക്കിൻ്റെ മോഡൽ. ഗ്രീക്ക് ദേവന്മാർക്ക് ഗോഡ്സിന് വേണ്ടി ഉണ്ടാക്കി
പാന്തിയോൺ എന്ന് പറഞ്ഞാൽ ടു ഓൾ ദി ഗോഡ്സ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ മീനിങ് തോന്നുന്നു ഗ്രീക്കിൽ. അപ്പോൾ അതിൻ്റെ മോഡൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐഫൽ ടവർ നമുക്ക് കാണാം, പക്ഷേ ക്യാമറയിൽ കാണത്തില്ല. അവിടെ ഇല്ല കിട്ടത്തില്ല, കാണത്തില്ലായിരിക്കും. എനിക്ക് ഞങ്ങൾക്ക് കാണാം, പക്ഷെ ക്യാമറയിൽ കാണാൻ തോന്നുന്നില്ല. ഇതാണ് വലിച്ചു അവിടെ അല്ലടി, ഇവിടെ ഇത്. അപ്പോൾ അതാണ് പാന്തിയോൺസ്. എന്താണ് പാന്തോൺസ്? അവസാനം പൈത്തോൺ എന്ന് പറയുമല്ലോ. എന്ത് അപ്പച്ചന്മാരൊക്കെ ചിരിക്കുന്നു കേട്ടിട്ട്. വിളംബരപ്പച്ചന്മാരും ഫ്രഞ്ചുകാരൊക്കെ ചിരിക്കുന്നു. നിന്റെ കോമഡി ഇത്ര ഫേമസ് ആയി അറിഞ്ഞില്ല. ഇല്ലല്ലേ? ഇനി മിണ്ടി പോരുത് കേട്ടോ, നിന്റെ കോട്ട കഴിഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ കയറാൻ പോവുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്, കാരണം നല്ല ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കയറാൻ വേണ്ടിയിട്ടും ഭയങ്കര ലൈനാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല, കാരണം നമ്മുടെ സമയം വെറുതെ പോകും. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്ന ആൾക്കാർ പോയത്, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെയും അത് ഇട്ടിട്ട് ഇതാക്കുന്നില്ല. നമ്മളിപ്പോൾ സബ്വേയിലോട്ട് കയറാൻ പോകും. സബ്വേ കയറുന്നതുകൊണ്ട് ഞാൻ ക്യാമറയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു വയ്ക്കുക, കാരണം അവിടെ എപ്പോഴും തെഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾ സബ്വേയിൽ കയറി ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് വെറുത്തല്ല. അതുകൊണ്ട് വിചാരിച്ചു €2 ഉള്ളൂ സബ്വേയിൽ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ സബ്വേ എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ഒരു സബ്വേ കൂടി എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഐഫൽ ടവറിന് അവിടെ എത്തും. ഇവിടെ ആക്ച്വലി ഓൾമോസ്റ്റ് 1:30 ആയി. അപ്പോൾ നമുക്ക് ഇനി സമയമുണ്ട് എല്ലാം കാണാനും. പിന്നെ ഒരു റിവർ ക്രൂസ്, നമ്മൾ സിയൻ റിവറിൻ്റെ ഒരു ക്രൂസും കൂടി എടുക്കുന്നുണ്ട്. അത് എടുത്തില്ല, അവിടെ ചെന്നിട്ട് വേണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബുഡാപെസ്റ്റ് പോയപ്പോൾ എടുത്ത പോലെ തന്നെ, ഹംഗറിയിലുണ്ടായിരുന്നപ്പോൾ എടുത്തപ്പോൾ തന്നെ ഒരു നല്ലൊരു ഈവനിങ് വ്യൂ കൂടിയും കണ്ടിട്ടേ നമ്മൾ അവിടുന്ന് പോരുന്നുള്ളൂ. അപ്പം ക്യാമറ ഇപ്പോഴത്തേക്ക് ഓഫ് ചെയ്യാണ്. ഇനി അവിടെ ചെന്ന് ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഞങ്ങൾ വരാം. അങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് വഴിയൊക്കെ തെറ്റി ഒരുത്തൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി തെങ്ങി കൂടി മൊത്തം ആൾക്കാരാണ്. എന്തൊക്കെയോ എവിടേക്കോ സംഭവിച്ച് ഞങ്ങൾ ഒരു 2 ട്രെയിൻ എടുത്ത് ഇവിടെ എത്തി ഞങ്ങൾ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ടവറോ അങ്ങനെ പറഞ്ഞിട്ട് ഗാലറി, ലഫേറ്റ് ഗാലറി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. ഒരു ഷോപ്പിംഗ് മോൾ സംഭവമാണ്, പക്ഷേ അതിൻ്റെ റൂഫ് ടോപ്പ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ആ റൂഫ് ടോപ്പിൽ കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ഇനി നമുക്ക് പോയി നോക്കാൻ കയറാൻ പറ്റുമെന്ന്, കാരണം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ മോളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. ഈവൻ അതിൻ്റെ ഈ സ്റ്റോറിൻ്റെ അകത്ത് തന്നെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഇവിടെ എന്താണെന്തോ ഇത്രയും തിരക്ക്. എനിക്കൊന്ന് ശനിയാഴ്ച കൂടി നമ്മൾ വന്ന ദിവസം ശരിയായില്ല. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്ക് നാളെ ഫ്ലൈറ്റ് നമ്മുടെ നാളെയാണ്. അപ്പോൾ പിന്നെ ഇന്നിവിടെ നിന്നേ പറ്റത്തുള്ളൂ. എന്തായാലും ഉള്ളതൊക്കെ കാണാം. അത് തന്നെ. ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല തിരക്ക്, എവിടെ പോയാലും ഇന്ന് ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് ഡേറ്റും ടൈമും ശരിക്കും ഇവിടെ എത്തുന്ന എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുക്കാം. യൂഷ്വലി എല്ലാത്തിനും ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾക്ക് പോകുന്ന സ്ഥലത്തൊന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി നോക്കട്ടെ ഇതിൻ്റെ മുകളിലോട്ട് ഇനി എത്തുമെന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ
വരുന്നത് ഇവിടുത്തെ ഒരു ഡോം ഷേപ്പ് സംഭവം കാണാൻ വേണ്ടി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് ഒരു മാളാണ്. മാളിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ കടകളും നമ്മുടെ ലൂയി വുട്ടാൻ അങ്ങനത്തെ കടകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കാണാനാണ് വന്നത്. ജില്ലു ഫോട്ടോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്, കാണാൻ ഭംഗിയ രസം, കാണാൻ രസമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നത്, ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിലേക്ക് ഞങ്ങളെത്തി. അടിപൊളി വ്യൂ ആണ് ആദ്യം തന്നെ കയറി വരുമ്പോൾ തന്നെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഫൽ ടവർ അങ്ങറ്റത്ത് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഐഫൽ ടവർ. നമ്മളിനി അങ്ങോട്ടേക്കാണ് അടുത്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ ഞങ്ങളിതാ ഇവിടുത്തെ ഐഫൽ ടവർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ട്രെയിൻ എടുത്ത് ഇവിടെ എത്തി. അങ്ങനെ ഫൈനലി നമ്മുടെ ടവറിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. അതെ, ഇവിടെ ഉണ്ടത്. അങ്ങനെ നമ്മൾ ഒരു ബക്കറ്റ് ലിസ്റ്റ് കവർ ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു വലിയ സംഭവം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കണമെന്നുണ്ട്. കാരണം ടിക്കറ്റ് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഓൾറെഡി എല്ലാം ഫുള്ളായിരുന്നു, സോൾഡ് ഔട്ട് ആയിരുന്നു. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് എന്നാ വരുന്നതെന്ന് അറിയാത്തത് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എവിടെയും കയറാൻ പറ്റാഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ വന്നു കഴിയുമ്പോൾ ടിക്കറ്റ് കിട്ടുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. എന്തായാലും നമുക്ക് പോയി നോക്കാം കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇവിടുത്തെ ജനസാഗരം കണ്ടിട്ട് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ പോയി നോക്കാൻ പോവാണ്. അതെ, ഇപ്പൊ പറ്റിയില്ലെങ്കിലും നമ്മൾ അടുത്ത തവണ കുറച്ച് ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നുകൂടി വരുന്നുണ്ട്. വരും ഇതിൽ കയറാൻ വേണ്ടി. അപ്പം ഇപ്പം ഇതാണ് ഡേ ടൈമിലെ ഐഫൽ ടവർ കാണാൻ വേണ്ടി. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും സൺസെറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്താ ലൈറ്റ്സ് എല്ലാം ഓൺ ആയിട്ട് അത് അതിലും ഭംഗിയാണ് കാണാൻ വേണ്ടി. ഞങ്ങൾ അതുകൂടി കണ്ടിട്ടേ പോകത്തുള്ളൂ ഇവിടുന്ന്, അല്ലേ? അപ്പോൾ നമുക്കെന്നാ നേരെ അതിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം, ആ കാലിൻ്റെ അടുത്തോട്ട്. ചിലൂസ്, എങ്ങനെയുണ്ട് ഐഫൽ ടവർ കണ്ടിട്ട്? അടിപൊളി എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. നേരിട്ട് കൺമുൻപിൽ ഇങ്ങനെ അയൺ ലേഡി നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഇത് ഞങ്ങൾ പുറകിൽ ഈ കാണുന്ന ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കണം അതിൽ ടോപ്പിൽ കയറാൻ വേണ്ടി. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടുതൽ നമ്മൾ ഈ വാക്ക് വേ കൂടെ നടന്നാൽ മാത്രമേ അതിൻ്റെ അടുത്തെത്താൻ പറ്റത്തുള്ളൂ. അതെ, ഇതിനടുത്തൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് നേരം ഈവനിങ് അവിടെ പോയി സ്പെൻഡ് ചെയ്ത് ഇനി ഇത് ലൈറ്റ്സ് വീഴുന്നൊക്കെ കണ്ട് അവിടെ തന്നെ ഇരിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഫോണിൻ്റെ ഒക്കെ ചാർജൊക്കെ തീർന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കുത്തി ചാർജൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കൂടെ ഒരു ഫുഡും കഴിക്കാം, അല്ലേ? അതെ, നമുക്ക് നോക്കാം എങ്ങനെ ഇത് വർക്ക് ആവും എന്നുള്ളത്. യെസ്, അപ്പോൾ ഐ ആം സോ എക്സൈറ്റഡ് ടു സീ ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വലിയ ഹ്യൂജ് ലൈനാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കയറിയില്ല, പിന്നെ മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തായാലും കയറാൻ വേണ്ടി വരിക. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ എസ്കലേറ്റർ വഴി നേരെ മുകളിലോട്ട് പോകും. ഏറ്റവും മുകളിൽ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, ഏറ്റവും ടോപ്പ്. അപ്പോൾ നമ്മളതിൻ്റെ 1-2 സ്റ്റേജ് എങ്ങാണ്ട് 3 സ്റ്റേജ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് ടോപ്പ് ഫ്ലോറിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വന്ന് നിന്നപ്പോഴത്തേനും അവർ ടോപ്പ് ഫ്ലോറിൽ ടിക്കറ്റ് അവൈലബിൾ ആക്കി. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ വരെ പോകാം. അപ്പോൾ ജില്ലു ഹാപ്പിയായി. ഇത്ര നേരം വിഷമിച്ചിരിക്കുന്നത് അവിടെ ചെന്ന് ക്യാഷിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേനും ഓക്കെ ടോപ്പ് ഫ്ലോറിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടോപ്പ് ഫ്ലോറിലൊക്കെ കയറുകയാണ്.
അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ വന്നിരിക്കുകയാണ്. അത് ഒരിക്കലും പ്രതീക്ഷയില്ല കയറാൻ പറ്റുന്നു. പക്ഷേ ബ്യൂട്ടിഫുൾ വ്യൂ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി അറിയോ, ഒരു മെയ്സ് പോലെ ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മോളിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളി. നമുക്കൊരു പറ്റുമെങ്കിൽ ഞങ്ങൾ ഡ്രോൺ പറത്താനൊക്കെ നോക്കും, എപ്പോഴെങ്കിലും നാളെയോ അല്ലെങ്കിൽ ഇന്നോ അന്നേരം നിങ്ങളെ കാണിക്കുകയും ചെയ്യാം അല്ലേ. അടിപൊളി വ്യൂ. അതെ, സൂപ്പർ, ഒന്നും പറയാനില്ല. റൂമുണ്ട്. ഈ റൂമിലാണ് ഇതിൻ്റെ ഓണറിൻ്റെ ഒക്കെ റൂം. അപ്പം അവരുടെ ഒരു സ്റ്റാച്ചു എല്ലാവരും കൂടെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. തോമസ് എഡിസനാണ് ഇവിടെ ഇരിക്കുന്നത്. തോമസ് എഡിസൺ വന്നപ്പം അതുണ്ടാക്കിയ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയാണ് ഇത്. ഞങ്ങളങ്ങനെ ഐഫിൽ ടവറിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു എക്ലയേഴ്സ് ചോക്ലേറ്റും വാനിലയും പിന്നെ ക്യാപ്പച്ചിനോ ഞങ്ങളുടെ ഫേവറേറ്റ് മേടിച്ച് ഇവിടെ നിന്ന് കുടിക്കണം. കാരണം ഇത് വാങ്ങാൻ കാരണം ഭയങ്കര തണുപ്പാണ്, അത് കാരണം ബിയർ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ക്യാപ്പച്ചിനോ. യെസ്, അപ്പോൾ ഐഫിൽ ടവറിൻ്റെ മുകളിൽ നിങ്ങൾ കുടിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ കുടിക്കട്ടെ. ഈ ഗ്ലാസ് ബോൾ പറ്റിപ്പായി പോയിട്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല, ഒന്നും കാണത്തില്ലടി. അതിലും വരെ സി എൻ ടവറിലെ ഗ്ലാസ് ടവറായിരുന്നു, അത് അറ്റ്ലീസ്റ്റ് കാണാമായിരുന്നു. എലിവേറ്റർ എടുക്കാതെ തിരിച്ച് താഴോട്ട് സ്റ്റെപ്സ് ഇറങ്ങി ഒന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അടിപൊളിയാണ് സ്റ്റെപ്സ് ഇരുമ്പിന്റെ, പക്ഷെ വൃത്തിയുടെ സ്മെല്ലുണ്ട്. പക്ഷെ എഞ്ചിനൊക്കെ ഒത്തിരി കറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് കാണാൻ വേണ്ടി ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇതാ ടവറിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ അവിടെ സി എൻ റിവറിൽ കൂടെ ഒരു ഇതിന് വേണ്ടി പോവുകയാണ്, ഒരു റിവർ ക്രൂസിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് ക്രൂസിൽ കൂടെ പോയി നമുക്ക് കാണാം. അങ്ങനെ ഇവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഫസ്റ്റ് വണ്ണാണ്, സൺസെറ്റ് ആയി ആദ്യത്തെ വണ്ണാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ലേറ്റ് ആവും കിട്ടാൻ വേണ്ടി, അപ്പം നമ്മൾക്കത് കാണാൻ പറ്റി. യെസ്, അടിപൊളി.
അങ്ങനെ ഞങ്ങൾ റിവർ ക്രൂസ് എടുത്തിരിക്കുകയാണ്. റിവർ ക്രൂസ് എടുത്ത് ഇതിൽ കൂടെ പോകും. അപ്പോൾ നമുക്ക് ഐഫിൾ ടവർ വെള്ളത്തിൽ കൂടെ കാണാം. അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. അതെ, നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. അതെ. ഞങ്ങളങ്ങനെ സെക്കൻഡ് സ്പാർക്കിളും കൂടെ കണ്ടേക്കുവാണ്. ഇത് ഓൾമോസ്റ്റ് 10 o'clock ആയി. ഇവിടെ 11:30 എന്തോ ആണ് ലാസ്റ്റ് സ്പാർക്കിൾ. 11:45. അത് കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തി 12 കഴിയുമ്പോഴത്തേക്കും ഈ ലൈറ്റ്സ് ഒക്കെ ഫുള്ളി ഓഫ് ആയി തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് പോവാണ് അല്ലേ.